നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിയുടെ മകൾ വീണയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന മാസപ്പടി കേസ് അവരുടെ ഭർത്താവും മുൻമന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിൽ നിന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കളിലേക്കും അടുപ്പക്കാരായ ബിസിനസ്സുകാരിലേക്കും നീളുന്നു. മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപിത സ്വത്വത്തിൽ വൻ വർധനവ് കാണാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവരിലേക്ക് അന്വേഷണം നീളുന്നത്. റിയാസിന് നിക്ഷേപങ്ങളും മറ്റുമായി ജംഗമ സ്വത്തുക്കൾ 4.83 ലക്ഷം രൂപ മാത്രമാണത് ഉള്ളത് എന്ന് വ്യക്തം. റിയാസിന്റെ പേരിൽ കെട്ടിടങ്ങളും ഭൂമിയും അടക്കം 34.93 ലക്ഷത്തിന്റെ സ്ഥാപന സ്വത്തുക്കളാണ് ഉള്ളത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ഭാര്യ വീണയ്ക്ക് 65 ലക്ഷം വില വരുന്ന സ്വർണത്തിന് പുറമെ 86.10 ലക്ഷത്തിന്റെ ജംഗമ സ്വത്തുക്കളാണ് ഉള്ളത്. ഇതിനു പുറമെ 1.5 കോടി സ്ഥാപന വസ്തുക്കൾ വേറെയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് റിയാസിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സ്ഥാവര ജംഗമ സ്വത്തിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. മാസപ്പടി കേസിൽ ED അന്വേഷണം വ്യാപിപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ്. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചുവെന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് EDയുടെ നടപടി. CMRL എക്സാലോജിക് കരാറിൽ അഴിമതി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൊച്ചിയിലെ CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് കൈപ്പറ്റിയതായി ED കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് സാധിച്ചിട്ടില്ല. 2 തവണ വീണയെ ED ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. കരാറിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് വീണ വ്യക്തമാക്കിയത്. എന്നാൽ ഈ മൊഴി ED വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്ന് പണം ലഭിച്ചത്. 2020 ജൂണിലാണ് മുഹമ്മദ് റിയാസുമായുള്ള വീണയുടെ വിവാഹം. വിവാഹശേഷം ഈ പണം എന്തൊക്കെ തരത്തിൽ വിനിയോഗിച്ചുവെന്നാണ് EDക്ക് ഇനി അറിയേണ്ടത്. ഇതിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം വരുന്നത്. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നു എന്നാണ് വിവരം. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ആദ്യ LDF സർക്കാരിന്റെ കാലത്ത് CMRL സർക്കാരിൽ നിന്ന് ലഭിച്ച വഴിവിട്ട സഹായങ്ങളാണ് വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പിന്നിലെന്ന നിഗമനമാണ് EDക്കുള്ളതെന്നാണ് വിവരം. ഇതിലൂന്നിയുള്ള അന്വേഷണമാകും നടക്കുക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലും തന്റെ കോട്ടുള്ളിയിലെ വീട്ടിലും ED പരിശോധന നടക്കുന്നതിനിടയിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. സംഘപരിവാറിനെതിരെ അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് സമൂഹ മാധ്യമ കുറിപ്പിൽ റിയാസ് കുറിച്ചത്. വളഞ്ഞിട്ട് ആക്രമിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്നാണ് പോസ്റ്റ്. പക്ഷേ എക്സാലോജിക് അഴിമതി സംഘപരിവാർ മൂടിവെച്ചെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ മുഹമ്മദ് റിയാസിലെത്തിയത്? വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മരുമകനും മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു പ്രസ്താവന കേരളം മറന്നിട്ടില്ല. ഈ വിമർശനം ആത്യന്തികമായി തന്റെ മകളെ ബാധിക്കുമെന്ന് പിണറായിക്ക് നന്നായി അറിയാമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നടപടിയെ അല്പത്തരം എന്നാണ് മന്ത്രി റിയാസ് വിശേഷിപ്പിച്ചത്. രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ തന്റെ ഭാര്യയുടെ ഭാവി എന്താകുമെന്ന് ഓർക്കാതെയാണ് മന്ത്രി റിയാസ് പെരുമാറിയത്. റിയാസ് ഉപയോഗിച്ച അല്പത്തരം എന്ന വാക്കും വീഡിയോയും ഡൽഹിയിലെത്തിക്കഴിഞ്ഞു. അല്പത്തം എന്ന വാക്ക് മന്ത്രി ഉപയോഗിച്ചത് മീഡിയ 1 ചാനലിനോടാണ്. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ നേരത്തെ വേദിയിലെത്തി സ്ഥാനം പിടിച്ച BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നടപടിയെക്കുറിച്ചായിരുന്നു റിയാസിന്റെ പ്രസ്താവന. രാവിലെ 10 മണിയോടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ഈ സമയം വേദിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. BJP പ്രവർത്തകർ സദസ്സിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ ഇരുന്ന് കൈ ഉയർത്തി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ചതും ചർച്ചയായിരുന്നു. സദസ്സിൽ ഇരുന്ന അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ച് രംഗത്തെത്തി. മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത്, എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ടതില്ല, പക്ഷേ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിക്ക് ഇരുന്നത്. സ്റ്റേജിലിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് അല്പത്തരമല്ലേ എന്നായിരുന്നു റിയാസിന്റെ ചോദ്യം. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന കുറിപ്പോടെ മുഹമ്മദ് റിയാസ് MV ഗോവിന്ദനും KN ബാലഗോപാലിനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കുമൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്ത സെൽഫിയുടെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ മറുപടി. ഇത്തരം പരാമർശങ്ങൾ മന്ത്രിക്ക് ഉചിതമാണോ എന്ന
എന്ന് പരിശോധിക്കാൻ ആരും തുനിഞ്ഞില്ല അന്ന്. പിന്നാലെയാണ് ജനങ്ങൾ തന്നെ അതിന്റെ വിവരക്കേടും വിവരദോഷവും അറിയിച്ചു കൊടുത്തത്. മുഹമ്മദ് റിയാസിനെതിരെ CPM-ൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് CPM-ലെ പിണറായി വിരുദ്ധർ പറയുന്നത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ വിമർശനം തുടങ്ങിയായിരുന്നു വിവാദത്തിന്റെ ആദ്യ തുടക്കം. പിന്നാലെ ഏറ്റവും ഒടുവിൽ വരെ മുഹമ്മദ് റിയാസ് അങ്ങനെ കുറ്റം കേട്ടുകൊണ്ടേയിരുന്നു. തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് 3 വർഷമായി. 3 മാസം കൊണ്ട് പണി തീരുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടുകൂടി റോഡ് പൊളിച്ചതോടെ ജനം നട്ടം തിരിയുകയാണ്. ഇപ്പോഴിതാ മന്ത്രിയുമില്ല, തന്ത്രിയുമില്ല. മന്ത്രിയെ തോൽപ്പിച്ച് ജനം മറുപടി കൊടുത്തെങ്കിലും അതിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ അവതാളത്തിലായി കിടക്കുകയാണ്. ഇനി പുതിയ ഗതാഗത മന്ത്രി ഒന്നിരുന്ന് പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ നേരെയാക്കാൻ. എന്തായാലും പിണറായി വിജയന്റെ മകൾക്ക് പിന്നാലെ തന്നെ മുഹമ്മദ് റിയാസ് മരുമകനും കൂടോടുകൂടി ജയിലിൽ കയറുമ്പോൾ തൈക്കണ്ടി കുടുംബം ജയിലിലെ സെല്ലിലേക്ക് മാറ്റേണ്ടി വരുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്.